ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കിന്റെയും അതുപോലെ തന്നെ ഫൈബറിന്റെയും പോളിമറുകൾ എൻ്റെ റൂമിലേക്ക് തനിയെ ഇങ്ങനെ ആവാഹിച്ചു വരുന്ന ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് എൻ്റെ റൂമിൽ ഇന്ന് രാവിലെ ഉണ്ടായത്. അങ്ങനെ ആവാഹിച്ചു വന്നു എന്ന് മാത്രമല്ല, അത് കൂടിച്ചേർന്നുകൊണ്ട് എൻ്റെ റൂമിലെ ഒഴിഞ്ഞ ടേബിളിന്റെ മുകളിൽ ഒരു ചെറിയൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് കണ്ണിമ വെട്ടാതെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം അത് താനെ കൂടിച്ചേരുകയാണ്. കൂടിച്ചേർന്നത് മാത്രമല്ല, അതൊരു വൃത്താകൃതിയിലേക്ക് തനിയെ രൂപാന്തരം പ്രാപിക്കുന്ന അത്ഭുതകരമായ സംഭവമാണ് എൻ്റെ റൂമിൽ നിന്നുണ്ടായത്. അതുകൊണ്ടും കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, അങ്ങനെ വൃത്താകൃതിയിലായ ആ പ്ലാസ്റ്റിക്കിന്റെ സാധനത്തിൽ തനിയെ നല്ല ഡിസൈൻ വരികയാണ്. അതുകൊണ്ടും തീർന്നില്ല, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ പിന്നെ 3 ഹോൾസ് തനിയെ വീഴുന്ന അത്ഭുതകരമായ പ്രതിഭാസത്തിന് ഞാൻ ഇന്ന് സാക്ഷിയായി എന്ന്. അങ്ങനെ തനിയെ ഒരു ബട്ടൺ, ഒരു ഷർട്ടിന്റെ ഒരു ബട്ടൺ എൻ്റെ റൂമിൽ ഇന്ന് രാവിലെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ബട്ടണാണ് എൻ്റെ ഷർട്ടിന്റെ ഏറ്റവും മുകളിലുള്ള ഈ ബട്ടൺ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും, ഈ ചങ്ങാതിയെ കുതിരവട്ടത്ത് കൊണ്ടാക്കണോ അതോ ഊളംപാറയിൽ കൊണ്ടാക്കണോ, പിരിവെടുത്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഷുറായി തീരുമാനിച്ചിട്ടുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ ചെറിയൊരു ബട്ടൺ തനിയെ ഉണ്ടായി എന്ന് പറയുന്ന ഞാൻ പൊട്ടനാണെങ്കിൽ ഈ മഹാപ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു വാദത്തിന് അടിത്തറയുണ്ടെന്ന് നമ്മൾ പറയണോ?